ഐ സല്യൂട്ട് ദി ഡിവിനിറ്റി ഇൻ യു. ഞാൻ നിന്റെ മന്ദിരത്തെ, ഞാൻ നിന്റെ ക്ഷേത്രത്തെ ആരാധിക്കുന്നു. ദൈവമക്കളെ, ആരെയും അപമാനിക്കരുത്, ആരെയും നിന്ദിക്കരുത്. നമ്മുടെ കണ്ണുമുമ്പിൽ കാണുന്ന പലരെയും മോശമായി കണ്ട നാളെ അവരായിരിക്കും ഈ ചരിത്രം മാറ്റിമറിക്കുന്നത്. എന്നാൽ ഒറ്റ കാര്യം മാത്രം, അഹങ്കാരികളോട് ഒരു കാരണവശാലും ആദരവും ബഹുമാനവും കൊടുക്കരുത്. നമുക്കറിയാം, ഇന്ന് ഈ സമൂഹത്തിൽ കണ്ടുവരുന്നവർ അല്പം പണമുണ്ടെങ്കിൽ, അല്പം കയ്യൂക്കുണ്ടെങ്കിൽ അവരുടെ പുറകാലെയാണ് ധാരാളം പേർ. പക്ഷെ ഓർക്കുക, പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആരെയും മരണം വരെ ഭാഗ്യവാൻ എന്ന് പറയരുത്. ഒരാളുടെ മരണം കൂടി കണ്ടിട്ടേ ആ മനുഷ്യനെ ഭാഗ്യവാൻ എന്ന് വിളിക്കാവൂ. അതുകൊണ്ട് ആ കൃപ നിറഞ്ഞ മറിയാമേ എന്നുള്ള പ്രാർത്ഥനയിൽ വളരെ ശക്തമായ ഒരു പ്രാർത്ഥന പിതാക്കന്മാർ അതിനോട് ചേർത്ത് വെച്ചു. കൃപ നിറഞ്ഞ മറിയാമേ എന്നുള്ള പ്രാർത്ഥന നമുക്കറിയാം, അതെല്ലാം മാലാഖ പറഞ്ഞ തിരുവചനമാണ്. പലരും പറയാറുണ്ട്, എന്തിനാണ് കൃപ നിറഞ്ഞ മറിയാമേ ചൊല്ലുന്നത്? സ്വർഗസ്ഥനായ പിതാവേ എന്തിനാ ചൊല്ലുന്നത്? കൃപ നിറഞ്ഞ മറിയാമേ ബൈബിളിലെ ഇല്ലേ? ആ പ്രാർത്ഥന ചൊല്ലുന്നതിൽ എന്താണ് തെറ്റ്? പക്ഷെ അതിനകത്ത് ഒരു വരി മാത്രം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ മരണനാഴികയിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം. ഞാൻ ഈ പറഞ്ഞ പ്രഭാഷകന്റെ വരിയും കൂടി നിങ്ങൾ ഓർക്കണം. ആരെയും മരണം വരെ അവന്റെ സൗന്ദര്യമോ അവന്റെ പണമോ അവന്റെ വസ്തുവോ അവന്റെ ആഡംബരങ്ങളോ കണ്ടിട്ട് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. ഒരു മനുഷ്യന്റെ മരണം കൂടി കണ്ടിട്ട് അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കാവൂ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പം ഐഡന്റിറ്റി എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഞാൻ ആരാണെന്നും അതിന് പ്രകാരം എല്ലാവരെയും ബഹുമാനിക്കുന്നു. പക്ഷേ ഒരു കാരണവശാലും അഹങ്കാരമുള്ളവരെയും ആവശ്യമില്ലാതായി ബഹുമാനം പിടിച്ചു വാങ്ങുന്നവരെയും ബഹുമാനിക്കേണ്ട കാര്യമില്ല. രാജകൊട്ടാരത്തിൽ അനേകർ ഈ ഹാമാനെ വണങ്ങിയപ്പോൾ ഈ ദുഷ്ടനായ ഹാമാനെ മൊർദെഖായി മാത്രം വണങ്ങിയില്ല. എന്താ കാര്യം? അത് ദൈവികമല്ല സഹോദരങ്ങളെ. അതിന് ഹാമാൻ ചെയ്തത് തൻ്റെ വീടിനോട് ചേർന്ന് വളരെ ഉയരത്തിൽ ഒരു കഴുമരം ഒരുക്കി. ആ കഴുമരത്തിന് 3 പ്രത്യേകതയുണ്ട്. ഒന്ന്, ശപിക്കപ്പെട്ടവർക്ക് ഒരുക്കപ്പെട്ടതാണ് കഴുമരം. 2, ഈ കഴുമരത്തിൽ തൂക്കുന്നവരെ ഏതാണ്ട് 50 മുഴം ഉയരത്തിൽ ഉയർത്തി കാണിക്കുകയും വീണ്ടും 3ാമത് ആ മൃതശരീരം നാട്ടിലുള്ളവർക്ക് മുഴുവൻ പരിഹസിക്കുവാനും കളിയാക്കുവാനും മൃതശരീരം 3 ദിവസത്തോളം അവിടെ തൂക്കിയിട്ടിരിക്കും. അത്രമാത്രം നീചമാണ് കഴുമരത്തിൽ. അതുകൊണ്ടാണ് മരത്തിന്മേൽ തൂക്കപ്പെട്ടവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞത്. അങ്ങനെ ആദാദ് മാസം 13-ാം തീയതിയാണ് ഹാമാൻ മൊർദെഖായെ, വേറെ ഒന്നിനുമല്ല, തന്നെ വണങ്ങാത്തത് കൊണ്ട് അവനെ അവന്റെ സമൂഹത്തെ മുഴുവൻ തൂക്കിക്കൊല്ലുവാനായി ആദാദ് മാസം 13-ാം തീയതി ഇതാ ഒരു കഴുമരം ഒരുക്കി. ഇതെല്ലാം അറിഞ്ഞിട്ടും മൊർദെഖായ്ക്ക് യാതൊരു കുലുക്കവുമില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ധാരാളം പേർക്ക് ഒരുപാട് ഭയവും ഒരുപാട് ടെൻഷനുമുള്ളവരാ. ദൈവമക്കളെ ഓർക്കണം, പിശാചിന്റെ വലിയ 2 തന്ത്രമാണ്. 1, നമുക്ക് കടം തരും. 2, നമുക്ക് ഭയം തരും. ഞാൻ പറഞ്ഞ വരി മറക്കരുത്. കടം തന്ന് നമ്മളെ ഭയപ്പെടുത്തും. 2, ഭയം തന്ന് നമ്മളെ കടപ്പെടുത്തും. അവിടെ 139-ാം സങ്കീർത്തനം ഓർക്കണം, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കും നീ അറിയുന്നു, എന്റെ നിരൂപണമൊക്കെ എന്നെ ദൂരെ നിന്ന് അറിയുന്നു, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ നീ എന്നെ നടത്തണമേ. ധാരാളം ദൈവമക്കളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഭയം. ഞാൻ പല വേദിയിലും പറയാറുണ്ട്, ബൈബിളിൽ 365 പ്രാവശ്യമാണ് ഭയപ്പെടേണ്ടെന്ന് കൊടുത്തിരിക്കുന്നത്. 217 പ്രാവശ്യം ഡയറക്റ്റ് ആയിട്ടും ബാക്കി ഇൻഡയറക്റ്റ് ആയിട്ടും പറയുന്നുണ്ട് ഭയപ്പെടേണ്ട. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിലോ രോമം പോലും കൊഴിഞ്ഞു പോകില്ല. അത് ദൈവമക്കൾക്കുള്ള ഒരു വലിയ അടിസ്ഥാനമാണ്. നിങ്ങൾ ഓർക്കണം, ഇത് രക്തം കൊണ്ട് വാങ്ങിയ ഒരു സഭയാണ്. ഈ രക്തം കൊണ്ട് വാങ്ങിയ സഭയിൽ യേശുവിനെ പോലെ തന്നെ പീഡനങ്ങൾ അനുഭവിച്ച ശിഷ്യന്മാരുണ്ട്. അതുപോലെ ധാരാളം സഭാപിതാക്കന്മാരുണ്ട്. ശീമാ നമസ്കാരത്തിൽ പാടുന്നുണ്ട്, സഹദേന്മാരെ മുന്തിരിതൻ കുല എന്ന വിധം ന്യായാധിപരിട്ട് പിടിഞ്ഞു രുദരം ധരയിൽ ഒഴുക്കിയ ബലിയായോരെ മുടിയണിയിച്ച അധിപതി ദൈവം ഹാലേലുയ വിസ്തൃതരാക്കി. സഹദേന്മാരെ മുന്തിരിതൻ കുല എന്ന വിധം ന്യായാധിപരിട്ട് പിഴിഞ്ഞു. അപ്പോൾ ആ പിതാക്കന്മാരുടെയൊക്കെ അവസ്ഥ നോക്കി, മുന്തിരിയുടെ കൊല പോലെ ചക്കിലിട്ട് പിഴിഞ്ഞ പിതാക്കന്മാരുടെ അസ്ഥിയാണ് ഈ മണ്ണിലുള്ളത്. അതുകൊണ്ടാണ് യെഹെസ്കേൽ പറയുന്നത്, മനുഷ്യപുത്ര ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? പലരും, ഞങ്ങളുടെ വൈദികർ പോലും പറയുന്ന കേട്ടിട്ടുണ്ട്, വൈദികർ നേരിടുന്ന വെല്ലുവിളി അല്ലെങ്കിൽ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളി, ഈ വാക്ക് തെറ്റാണ്. കാരണം വൈദികർക്ക് വെല്ലുവിളിയില്ല, വൈദികർക്ക് വിളി മാത്രമേ ഉള്ളൂ. ക്രൈസ്തവന് വെല്ലുവിളിയില്ല.
ക്രൈസ്തവന് വിളി മാത്രമേ ഉള്ളൂ. കാരണം നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കാനാണ് ഉടയതമ്പുരാൻ നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഒരുവൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ദൈവത്തെ അറിയുന്ന ദൈവമക്കളെ, അറിഞ്ഞും അറിയാതെ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ ധാരാളം ഭാരവും പ്രയാസവും കടന്നു വരും. പക്ഷെ ഓർക്കേണ്ട ഒറ്റ കാര്യം, എൻ്റെ തമ്പുരാൻ അറിയാതെ എൻ്റെ തലയിൽ ഒരു രോമം പോലും കൊഴിഞ്ഞു പോകില്ല. ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉറച്ചിരിക്കണം. അതുകൊണ്ടാണ് നീതിമാന്മാരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്. നീതിമാൻ വീണാലും നിലംപരിശാകില്ല. നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ മക്കൾ അപ്പത്തിന് വേണ്ടി ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടേയില്ല. ഈ 5 വരി നിങ്ങളുടെ മനസ്സിൽ ഒരു മന്ത്രമായി കിടക്കണം. നീതിമാൻ വീണാലും നിലംപരിശാകില്ല. നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ മക്കൾ അപ്പത്തിന് വേണ്ടി ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടേയില്ല. പിന്നെ പറയുന്നുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, യഹോവ അതിൽ നോക്കി അവനെ വിടുവിക്കും. ഇവിടെ മൊർദെഖായി കുറേയേറെ സ്ട്രഗിൾ ചെയ്തു, കുറേയേറെ പ്രയാസപ്പെട്ടു. പക്ഷെ ഈ പ്രയാസങ്ങളൊക്കെ വന്നെങ്കിൽ പോലും ദൈവത്തിലുള്ള വിശ്വാസം വളരെ വലുതായിരുന്നു. ഇവൻ ഹാമാനെ വണങ്ങാനും പോയില്ല, കഴുമരം ഒരുക്കിയെന്നറിഞ്ഞിട്ട് ഭയപ്പെടാനും പോയില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന റൂട്ടിലല്ല ദൈവമക്കളെ ദൈവം നമ്മളോട് പ്രവർത്തിക്കുന്നത്. നമ്മളെപ്പോഴും നമുക്ക് ചില ചിന്തകളുണ്ട്, നമുക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് തെറ്റാണ്. കാരണം തിരുവചനം പറയുന്നുണ്ട്, എൻ്റെ വഴി നിന്റെ വഴിയല്ല, എൻ്റെ ആലോചന നിന്റെ ആലോചനകളുമല്ല. ഈ നമ്മൾ ചിന്തിക്കുന്ന റൂട്ടിലൂടെ കൊണ്ടുപോകാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കരുത്. നമ്മളെല്ലാം ഈ നോമ്പിന് ദൈവത്തിന്റെ മനസ്സ് മാറാനാ പ്രാർത്ഥിക്കുക, അല്ല നമ്മുടെ ജീവിതം ദൈവത്തിൽ സമർപ്പിക്കാനായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പം പലരും പറയാറുണ്ട്, ദൈവം എനിക്ക് അത് ചെയ്തു, ദൈവം എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇവിടെ ആലോചിച്ച് നോക്കിയേ. ഇവിടെ മൊർദെഖായി രാജാവിന്റെ കൊട്ടാരത്തിലെ 2 ഷണ്ഡന്മാരുണ്ടായിരുന്നു. തേരസ് എന്നും ബിഗ്ദാന എന്ന് പറഞ്ഞ 2 ഷണ്ഡന്മാർ രാജാവിനെ വധിക്കുവാൻ ശ്രമിച്ചു. ആ സമയത്ത് മൊർദെഖായിയാണ് രാജാവിനെ രക്ഷപ്പെടുത്തിയത്. പണ്ട് ഇങ്ങനെ ആപത്ത് രക്ഷപ്പെടുത്തിയാൽ മന്ത്രിയുടെ സ്ഥാനം വരെ കൊടുക്കാറുണ്ട്. പക്ഷെ ഈ കാര്യം ആരോടും പറയാൻ പോവില്ല. തൻ്റെ ജോലി കൊട്ടാരത്തിലെ തൂപ്പ് ജോലിയായിട്ടും ഭംഗിയായി നിറപടിയായി അത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തനം നടന്നത്. ഇതാ, രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിനെ വധിക്കാൻ ശ്രമിച്ചപ്പോഴും അത് രക്ഷപ്പെടുത്തിയ മൊർദെഖായി ആരോടും പറയാതെ തൻ്റെ കൊട്ടാരത്തിലെ ശുശ്രൂഷകൾ ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്നു. ഇവിടെ ആ സഹോദരങ്ങളെ, അവിടെ ഒരു വലിയ പ്രവർത്തനം നമുക്കറിയാം. ഈ ആദാദ് മാസം 13-ാം തീയതി മൊർദെഖായിയെ അവന്റെ സമൂഹത്തെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ രാജകൊട്ടാരത്തിൽ വലിയൊരു സംഭവം നടന്നു. അതായത് രാജാവ് തൻ്റെ ഭാര്യയായ വസ്തി രാജ്ഞിയോട് അണിഞ്ഞൊരുങ്ങി വരാൻ പറഞ്ഞു. പക്ഷെ ആ വിരുന്നിൽ വസ്തി രാജ്ഞി പങ്കെടുത്തില്ല. ഇത് നമുക്ക് തരുന്ന വലിയൊരു സൂചനയാണ്. കാരണം ഇന്ന് ധാരാളം പേർ ഒരുപാട് രോഗികളാണ്, പക്ഷെ അണിഞ്ഞൊരുങ്ങുന്നതിന് യാതൊരു കുറവും വന്നിട്ടില്ല. എന്തുമാത്രം കോസ്മെറ്റിക് ഐറ്റങ്ങൾ, എന്തുമാത്രം ഡ്രസ്സുകൾ, എന്തുമാത്രം ആർഭാടങ്ങൾ. ഈ പലരും വിവാഹ ഉദാശിക്കൊക്കെ വന്ന് നിൽക്കുന്ന കണ്ട മണവാട്ടിയേക്കാൾ 10 ഇരട്ടി ഒരുക്കത്തോടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പല കല്യാണങ്ങൾക്കും മണവാട്ടിയേക്കാൾ അങ്ങ് ഒരുങ്ങുന്ന മണവാട്ടിയുടെ അമ്മയായിരിക്കും. ഞാൻ ചോദിക്കും, നിങ്ങളുടെ കല്യാണം വല്ലതും ആണോ? തിരുവചനം പറയുന്നുണ്ട്, ഭാവിക്കുന്നതിന് മീതെ ഭാവിക്കരുത്. എനിക്ക് തന്നെ അറിയാവുന്ന പലരെ അറിയാം. അവരൊക്കെ വന്നിറങ്ങുന്ന ചില കോപ്രായങ്ങളും കോലങ്ങളും കണ്ടാൽ, പക്ഷെ അതിനുശേഷം അവർ കഴിക്കുന്ന ഗുളികകളോ. ഞാൻ ചോദിക്കാം, നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സും മറക്കരുത്. വീടെന്ന വാക്കിന്റെ അർത്ഥം വിട്ടുകളയാനുള്ളതെന്നാ. ആ മായ, എല്ലാം മായ, സകലതുമായ. പുരോഹിതന്മാരുടെ അടക്കത്തിന് ചൊല്ലുന്നുണ്ട്, നശ്വരമായ വീട് നീ എന്തിനാണ് എന്നെ മോഹിപ്പിച്ച? ദൈവമക്കളെ, നമുക്ക് സൗന്ദര്യമുണ്ട്, നമുക്ക് ഭവനമുണ്ട്, നമുക്ക് സ്വർണമുണ്ട്, നമുക്ക് പണമുണ്ട്. ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. ഒരു പരിധിക്കപ്പുറം അണിഞ്ഞൊരുങ്ങുന്നതും ഒരു പരിധിക്കപ്പുറം സൗന്ദര്യത്തെ ശ്രദ്ധിക്കുന്നതും ഇതിനൊക്കെ നീ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഈ നോമ്പിന്റെ നമസ്കാരങ്ങൾ ഡയറക്റ്റായി ആർക്കും പാട്ടോ വായനകളോ വായിച്ചു നോക്കിയാൽ എത്രമാത്രം സിമ്പിളായ അർത്ഥങ്ങളാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ നോമ്പിന്റെ നമസ്കാരം ഒന്ന് പാടണം. അവിടെ കൊടുത്തിരിക്കുക, പൊന്നിനും ധനത്തിനും വായുണ്ടെങ്കിൽ അത് നിന്നോട് സംസാരിക്കുമായിരുന്നു, നീ അതിനെ വിട്ടിട്ട് പോകേണ്ടതാണ്.
അതുപോലെ തന്നെ പറയുന്നുണ്ട്, പ്രിയരെ നിയമത്തിൻ നിറവായി തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം. ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും, സോദരനെ ഒളിവിൽ കൊല്ലും. നോമ്പിന്റെ പാട്ടാ. പ്രിയരെ നിയമത്തിൻ നിറവായി തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം. ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും, സോദരനെ ഒളിവിൽ കൊല്ലും. നാവിലധർമ്മം തീണ്ടരുതേ, സഹജവ്രണത്തിൽ കുത്തരുതേ. പരനിൽ കുറ്റം ചാർത്തരുതേ, കുറ്റക്കാരായി തീരല്ലേ. നാവിലധർമ്മം തീണ്ടരുതേ, സഹജവ്രണത്തിൽ കുത്തരുതേ. പരനിൽ കുറ്റം ചാർത്തല്ലേ, കുറ്റക്കാരായി തീരല്ലേ. വിജ്ഞാനി നീ മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ പാഞ്ഞത്തേണം. പാവത്തെ പോൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കണം. കണ്ണീരൊപ്പും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. വിജ്ഞാനി നീ മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ പാഞ്ഞത്തേണം. പാവത്തെ പോൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കണം. കണ്ണീരൊപ്പും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. ഈ നോമ്പിന്റെ ഈ പാട്ടുകളൊക്കെ എൻ്റെ മനസ്സിന് ഒരുപാട് ഹൃദയസ്പർശിയായ പാട്ടുകളാണ്. സഹോദരങ്ങളെ, നിങ്ങളൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഇരുന്ന് ഈ പാട്ടുകളിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-30 പാട്ടുകളുടെ വരി തന്നെ നമ്മളെ ആഴത്തിൽ സ്പർശിക്കുന്നതാ. നീ മണിയുടെ നാദം കേട്ടാൽ പെട്ടെന്ന് പള്ളിയിൽ പോകണം. പാപത്തെ പോൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കണം. നിന്റെ നാവിൽ അധർമ്മം തീണ്ടരുത്, അന്യന്റെ വ്രണത്തിൽ കുത്തരുത്, പരനിൽ കുറ്റം ചാർത്തരുത്, നീ കുറ്റക്കാരനായി തീരരുത്. ദൈവമക്കളെ, ഇവിടെ മൊർദോഖായെയും ഹാമാനെ നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവികമായി യാതൊരു തെറ്റും ചെയ്യാതെ ഹാമാൻ ഇതാ കഴുമരമൊരുക്കുന്നു. ആ കഴുമരത്തിൽ അടിപതറാതെ നീതിയോടുകൂടി ഇതാ മൊർദോഖായി ദൈവസനത്തിൽ ജീവിക്കുന്നു. ഇവിടെയാണ് ആ റൂട്ട് നമുക്ക് തിരിച്ചറിയാം. ഈ രാജാവിന്റെ കൽപ്പന വസ്തി രാജ് ലംഘിച്ചപ്പോൾ അതെന്തിനാണ് ഞാൻ പറഞ്ഞു, അണിഞ്ഞൊരുങ്ങി വരാൻ പറഞ്ഞ വസ്തി രാജ്ഞി അത് ഉപേക്ഷിച്ചു. ഇന്നും എനിക്ക് ധാരാളം പേരെ അറിയാം. ഞാനിപ്പോൾ ഏകദേശം വൈദികനായിട്ട് 10-25 വർഷമായി. കേരളത്തിനകത്തും പുറത്തും ധാരാളം സ്ഥലങ്ങളിൽ പ്രബോധനത്തിന് പോയിട്ടുണ്ട്. പക്ഷെ വളരെ സാക്ഷ്യമായിട്ട് ഞാൻ പറയട്ടെ, എത്ര പണമുണ്ടെങ്കിലും, എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, എത്ര അറിവുണ്ടെങ്കിലും, എത്ര ആത്മീയതയുണ്ടെങ്കിലും, എന്തു വിനയത്തോടെ സിമ്പിളായി ജീവിക്കുന്ന ധാരാളം പേർ നമ്മുടെ സഭകളിൽ ഞാൻ പല പള്ളിയിലും കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ സഭയിൽ മാത്രമല്ല, അനേക സഭകളിലും അനേക മതങ്ങളിലുമുണ്ട്. പക്ഷെ മറ്റു ചിലരെ എനിക്കറിയാം, ഒരല്പം പണം വന്നാൽ എന്നാ നിഹളമാ. ദൈവം വെറുക്കുന്ന 3 മരണകരമായ പാപങ്ങളിൽ ആദ്യത്തേത് അഹങ്കാരമാണ്. അതാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം പറയുന്നത്. ദൈവം നിഗളുകളോട് എതിർത്ത് നിൽക്കും. 2 അന്യന്റെ ഉയർച്ചയുള്ള അസൂയ. 3 എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കുമെന്നുള്ള ബോധ്യം. ഇതെല്ലാം മരണകരമായ പാപമാണ്. ഇവിടെ ഹാമാനെ ത്രസിച്ചത് അഹങ്കാരമാണ്. അതുപോലെ മൊർദോഖായിലുള്ള അസൂയയാണ്. ഇവിടെ ദൈവത്തിന്റെ പ്രവർത്തനം നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് വസ്തി രാജ്ഞി ഈ രാജാവിന്റെ കൽപ്പന നിരസിച്ചപ്പോൾ ഇവിടെ ഇതാ രാജാവ് കൽപ്പന കൊടുക്കുന്നുണ്ട്, ആ നാട്ടിൽ അനേക സ്ത്രീകൾ വരണം. അവർ ഒരുങ്ങിയോ എങ്ങനെ വന്നിട്ട് ഏറ്റവും യോഗ്യമായ സ്ത്രീയെ രാജ്ഞിയായിട്ട് തെരഞ്ഞെടുക്കും. ദൈവമക്കളെ, തിരിച്ചറിയേണ്ട ഒരു കാര്യം അവിടെ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് സ്ത്രീകൾ രാജ്ഞിയാവാൻ ഒരുങ്ങി വന്നു. അവിടെയും അധികം ഒരുങ്ങാതെ സിമ്പിളായി ദൈവികമായി, ഞാൻ ആ വാക്ക് പറഞ്ഞല്ലോ, എസ്തേർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ, ഒരുമിച്ച് പറഞ്ഞേ. ഇപ്പം ധാരാളം പേർ നോമ്പായതുകൊണ്ടാണ് നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ഇരിക്കുന്നത്. നിങ്ങളെ കണ്ടപ്പം തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം. സാധാരണ ഇവിടെ കുറേ പേർ ഇറങ്ങി കയറി നിൽക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനൊരു തീരുമാനമെടുത്ത് ഡെഡിക്കേഷനോട് ഇരിക്കുന്നെങ്കിൽ ഈ ടൈം നിങ്ങൾക്ക് ഏറ്റവും വിലയേറിയതായിരിക്കും. ടൈറ്റസ് അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ ആരും ഇരിക്കരുത്. പരിശുദ്ധാത്മാവ് എന്നിലൂടെ പറയുന്ന ദൈവവചനമായി നിങ്ങൾ കേൾക്കുക. കാരണം ഒരു കുർബാന ഒരു പുരോഹിതൻ ചൊല്ലുന്നില്ല, ഒരു ദൈവവചനവും അച്ഛൻ ചൊല്ലുന്നില്ല. ഇതെല്ലാം യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ക്രമത്തിൽ ചൊല്ലുന്നത്, പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ
നമുക്ക് വേണ്ടി മനസ്സോടെ മരണാനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ കൈകളിൽ, അച്ഛനല്ല അവിടെ, തൻ്റെ കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി. അതുപോലാണ് തിരുവചനം ദൈവത്തിൻ്റെ. അതുകൊണ്ടാ വായിക്കാൻ വരുമ്പോൾ മുഖം മറച്ചുകൊണ്ട് വരുന്നത്. അപ്പം ടൈറ്റസ് അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ ഇരിക്കരുത്. ഇത് ദൈവവചനം, ഇത് വേറെ ആരോടും പറയുന്നതല്ല. എൻ്റെ ശബ്ദം ഈ പള്ളിക്കുള്ളിലും ലോകം മുഴുവൻ ഇരുന്ന് കാണുന്ന ദൈവമക്കളോട് പറയട്ടെ, ഇത് വേറെ ആരോടും പറയുന്നതല്ല. അച്ഛൻ എന്നോട് പറയുന്ന വരിയായി നിങ്ങളിത് കാണണം. തമ്പുരാൻ എന്നോട് അരുളി ചെയ്യുന്ന വചനങ്ങളായി നിങ്ങളിത് കേൾക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഈ സമയത്ത് തന്നെ നല്ല പോസിറ്റീവ് എനർജി വരും. ഇവിടെയാണ് എസ്തേറിനെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓരോരുത്തരും ഓർക്കണം. നിങ്ങൾ ഓരോരുത്തരും കുടുംബത്തിന്റെ, ഓരോ സ്ത്രീയും കുടുംബത്തിന്റെ സൗഭാഗ്യ നക്ഷത്രമാണ്. ഇവിടെ ഏതാ രാജാവിന് ഒരുപാട് സ്ത്രീകൾ വന്നെങ്കിലും അധികം ഒരുങ്ങാതെ ദൈവകൃപ തേജസ്സായി കണ്ട എസ്തേറിനെയാണ് രാജാവ് രാജ്ഞിയായിട്ട് തെരഞ്ഞെടുത്തത്. എപ്പോഴും ഓർക്കുക, കറുപ്പും വെളുപ്പും ഒന്നുമല്ല സൗന്ദര്യം. നമ്മുടെ ധാരാളം പേർ 2 ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. കറുത്തവർക്കാണ് സൗന്ദര്യം, വെളുത്തവർക്കാർക്ക്. ഇത് രണ്ടും സൗന്ദര്യമല്ല. സൗന്ദര്യം എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഓൾ ബിഹേവിയർ ഈസ് ഈക്വൽ ടു പേഴ്സണാലിറ്റി. ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നന്നായി പ്രാർത്ഥിച്ച് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം. സൗന്ദര്യത്തിന്റെ ആദ്യ ലക്ഷണമാണ് ദൃഢനിശ്ചയം. 2 ദൈവ തേജസ്, ഇത് രണ്ടുമുണ്ടെങ്കിൽ അത് സൗന്ദര്യമാകുന്ന. അതിന്റെ അർത്ഥം ഒറ്റ വാക്കിൽ ഞാൻ പറയട്ടെ, നമ്മളെ കാണുന്നവർക്ക് വീണ്ടും കാണാൻ തോന്നണം. അതാണ് സൗന്ദര്യം. നമ്മളെ കാണുന്നവർക്ക്, കുടുംബത്തിൽ ഭർത്താവ് കയറി വരുമ്പോൾ ഭാര്യയുടെ മുഖം കണ്ടാൽ ആ ഭർത്താവിന് ആ കുടുംബത്തിൽ കയറി വരാനുള്ള ഒരു സൗന്ദര്യം ഭാര്യയുടെ മുഖത്തുണ്ടാവണം. തിരിച്ചും ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുമ്പം, ചിലരെ കണ്ടാലുണ്ട് ഒരു പ്രാവശ്യം കണ്ടാൽ മതി, പിന്നെ മേലെ കാണാൻ തോന്നാറില്ല. നമ്മളിതിൽ ഏത് വിഭാഗത്തിലാണെന്ന് ചിന്തിക്കുക. ഒരിക്കലും ഈ ഉൾക്കണ്ണെന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാടുണ്ട്. അതാണ് പാമ്പാകൂട നമസ്കാരത്തിൽ പറയുന്നത്, കർത്താവേ നിന്റെ ദൈവീക മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. നമ്മുടെ ആന്തരിക കണ്ണുകൊണ്ട് തുറന്നാൽ നമ്മൾ ഇന്ന് ഈ സമൂഹത്തിൽ പലരെയും ആ കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. തിരുക്കൂറൽ എന്ന കവിതയിൽ ചൊല്ലുന്നുണ്ട്, ജ്ഞാനിയുടെ മുഖത്ത് 2 കണ്ണും അജ്ഞാനിയുടെ മുഖത്ത് 2 പുണ്ണുമാണെന്ന്. ജ്ഞാനിയുടെ മുഖത്ത് 2 കണ്ണും അജ്ഞാനിയുടെ മുഖത്ത് 2 പുണ്ണുമാണ്. നമ്മൾ ഈ സമൂഹത്തിൽ ഓർക്കുക, ഈ പുറമേ കാണുന്ന ആർഭാടങ്ങളിലും ആഡംബരങ്ങളിലും മുഴുവൻ നടക്കുന്നവർക്കല്ല ഒരുപാട് ബഹുമാനം നമ്മൾ കൊടുക്കേണ്ടത്. ഇന്ന് തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കി, എത്രമാത്രം രൂപയാണ് നമ്മൾ ഡ്രസ്സിന് കളയുന്നത്. എത്രമാത്രം സുഗന്ധത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെലവുകൾ ആഡംബരമായി എടുത്ത് കളയുന്നുണ്ട്. പക്ഷെ ഒരു ടൈം കഴിയുമ്പം ഇതെല്ലാം വലിച്ചെറിയേണ്ടി വരും. എൻ്റെ പല്ലുകുഴിയും മുടി നരയ്ക്കും നടുക്കൂനും അന്ന് ഇതൊക്കെ കുറയ്ക്കേണ്ടി വരും. അതുകൊണ്ട് അതിനു മുമ്പേ പഴയ പൂർവിക മാതാപിതാക്കൾ പറയും, മക്കളെ തറയിൽ കടന്നാൽ തറയിൽ വീഴത്തില്ലെന്ന്. ഇത് നിസ്സാരമായൊരു വരിയല്ല. തറയിൽ കടന്നാൽ തറയിൽ വീഴത്തില്ല. അത് തമ്പുരാൻ കാണും. ഇവിടെ ഏതാ എസ്തേറിനെ രാജ്ഞിയായിട്ട് അഹശ്വേരോശ് രാജാവ് കൊട്ടാരത്തിലേക്ക് എടുത്തു. അപ്പോഴാണ് ഈ ദൈവത്തിന്റെ പ്രവർത്തനം. കാരണം എസ്തേർ മൊർദോക്കായുടെ വളർത്തുമകളാണ്. ശൈശവകാലം മുതൽ തന്നെ മാതാപിതാക്കൾ ഇല്ലാതെ വളർന്ന എസ്തേറിനെ എടുത്തു വളർത്തിയത് വളർത്തപ്പനാണ്. അപ്പോൾ സ്വന്തം കൊട്ടാരത്തിൽ വളർത്തുമകൾ രാജ്ഞിയാണ്. അവിടെയാണ് ഈ അസുര നിയമം, അവിടെയാണ് ഹാമാൻ ഒരുക്കിയ കഴുമരത്തിന്റെ ആ ഒരു നടത്തിപ്പിൽ തമ്പുരാന്റെ പ്രവർത്തനം. ഇവിടെ രാജ്ഞിയായ എസ്തേറിനോട് എന്ന് പറയുന്നുണ്ട്, നിന്റെ വളർത്തപ്പനായ മൊർദോക്കായി ഇതാ 50 മുഴം ഉയരമുള്ള ഒരു കഴുമരത്തിൽ ഹാമാൻ ആദാദ് മാസം 13-ാം തീയതി തൂക്കിക്കൊല്ലാനിരിക്കുകയാണ്. നീ എന്ന് രാജാവിനോട് പറയണം അവനെ ആ തൂക്കുമരത്തിന് കഴുമരത്തിന് രക്ഷപ്പെടുത്താൻ. സഹോദരങ്ങളെ, ഇവിടെയാണ് എസ്തേർ പറയുന്ന ശ്രദ്ധേയമായൊരു വരിയുണ്ട്. ഞാൻ പോയി 3 ദിവസം ഉപവസിക്കാം, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? ഞാൻ പോയി 3 ദിവസം ഉപവസിക്കാം, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന ധാരാളം പേർ ഓർക്കേണ്ട, ഈ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പവർ തിരിച്ചറിഞ്ഞവർ എത്ര പേരുണ്ട്? ഈ പലരും ധരിക്കുന്ന ഉപവാസം എന്ന് പറയുന്നത് ഉച്ചവരെ വിശന്നിരിക്കുക, 3 ഇഡ്ഡലി കഴിക്കാതിരിക്കുക, ഉച്ചയ്ക്ക് അത് 5 എണ്ണമായി കഴിക്കുക. ഇതിൻ്റെ പേര് ഉപവാസമെന്നല്ല, ഇതിൻ്റെ പേരാണ് പട്ടിണി, ഇതിൻ്റെ പേരാണ് നിരാഹാരം. ഇത് ഭിക്ഷക്കാരും എടുക്കുന്നുണ്ട്. പക്ഷെ ആ ഉപവാസത്തിന്റെ പവർ നന്നായി തിരിച്ചറിഞ്ഞവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങൾ എത്ര വലുതാണെന്നറിയാമോ? ഇവിടെ രാജ്ഞിയായിട്ട് വരെ പറയാം, നിങ്ങൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിപ്പീൻ, ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. കുടുംബങ്ങളിൽ എപ്പോഴും ഓർക്കണം, നീയും ഞാനും
ഞങ്ങളും. അവര് മറക്കരുത്. അനേക കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും മക്കളും കൂടി ഒരുമിച്ചാണ് ഈ നോമ്പെടുക്കുന്നത്. പക്ഷെ ചില ഭവനത്തിൽ ഇതിന് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഭർത്താവിനില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്കില്ല, അല്ലെങ്കിൽ മക്കൾക്കില്ല. അല്ല, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ നോമ്പിൽ ഉപവാസവും നോമ്പും പിതാക്കന്മാർ പറയുന്നത് ഫാസ്റ്റിംഗ് ഈസ് ദി ഫീസ്റ്റ് ഓഫ് ദി സോൾ. ശരീരത്തിന്റെ ഉത്സവമാണ് ഉപവാസം. കാലം ചെയ്ത ദിദിമോസ് ബാബ പറയും, മക്കളെ, പ്രാർത്ഥന ദൈവത്തോടെ നടന്നെടുക്കുമ്പം ഉപവാസവും നോമ്പും ദൈവത്തോടെ പറന്നെടുക്കുന്നതാണ്. പ്രാർത്ഥന ദൈവത്തോടെ നടന്നെടുക്കുമ്പം ഉപവാസവും നോമ്പും ദൈവത്തോടെ പറന്നെടുക്കും. എപ്പോഴും ഓർക്കേണ്ടത് ഈ ഒരു കാഴ്ചപ്പാടിൽ. ഇപ്പൊ ഇവിടെ തന്നെ രണ്ട് സൈഡിലും നിറയെ ആൾക്കാരിയ്ക്കുന്നു. ഇത് നമ്മുടെ ഉപവാസത്തിൽ മാത്രമല്ല, നമ്മുടെ ആരാധനകളിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും പല വേദിയിലും പറയാറുണ്ട്. ഇപ്പൊ രാവിലെ ഇവിടെ നമസ്കാരം നടത്തിയപ്പം വൈദികരോടൊപ്പം ഇവിടെ നിൽക്കുന്ന ജനങ്ങൾ ഒരുമിച്ച് ചൊല്ലി. പക്ഷെ അനേക ദേവാലയങ്ങൾ കണ്ടുവരുന്നത് ഈ മൈക്കിന്റെ സൗണ്ട് മദ്ബഹായിലും ശുശ്രൂഷക്കാരുടെയും കൊയറിന്റെയും മാത്രം ഒതുങ്ങിയത് കൊണ്ട് ഈ പാട്ടുകൾ പാടുമ്പം ഒരിക്കലും ജനത്തിന്റെ സൗണ്ട് വരുന്നില്ല. പക്ഷെ വ്യക്തമായി സഭയുടെ കാഴ്ചപ്പാടിൽ പറയുന്നുണ്ട്, പുരോഹിതൻ കുർബാന അർപ്പിക്കുമ്പം ശുശ്രൂഷക്കാർക്ക് ഇടവായന മാത്രമേ ഉള്ളൂ. അവർക്ക് പാട്ടില്ല. പാട്ടും പ്രതിവാക്യവും ചൊല്ലേണ്ടത് ആരാ? ജനങ്ങളാണ് ചൊല്ലേണ്ടത്. കാരണം ജനങ്ങളുടെ ചൊല്ലുകൾ ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ ആരാധനയാകുകയുള്ളൂ. അടുത്തിടയ്ക്ക് സെറാഫിൻ തിരുമേനി പറഞ്ഞ വാക്ക് ഞാൻ ആലോചിക്കുക. ഗായക സംഘങ്ങൾ ആരാധനകളെ ഏകീകരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാ. അല്ലാതെ ഒറ്റയ്ക്കുള്ള സൗണ്ടുകൾ എടുത്തു വരുന്നത് ഞാൻ നോക്കിയിട്ട് വളരെ സഭയുടെ ആരാധനയിൽ ഒരു ക്യാൻസറായി മാറിയിരിക്കുക. എനിക്കൊരു ശബ്ദമില്ല, നിനക്കൊരു ശബ്ദമില്ല, നമുക്കൊരു ശബ്ദമുണ്ട്. ഇപ്പം ഈ നമ്മുടെ ആരാധനയുടെയും കുർബാനയുടെയും പാട്ടുകൾ ഇത്രയും പേർ ഒരേ ശബ്ദത്തിൽ ചൊല്ലുന്നത്, ഒന്നോ രണ്ടോ പേരുടെ സൗണ്ടുകൾ കേൾക്കുന്നതും അത് അരോചകമാണ്. അത് സഭയുടെ നാശമാണ്. കാരണം ചൊല്ലുകൾ അങ്ങനില്ല. ഞാൻ അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്, ശുശ്രൂഷക്കാർക്ക് ഇടവായനയുള്ളൂ. പുരോഹിതൻ കുർബാന അർപ്പിക്കുന്നു. ജനങ്ങളാണ് പാട്ടുകളും പ്രതിവാക്കി ഒരുമിച്ച് ചൊല്ലുമ്പോൾ നമ്മുടെ ആ ഭാരവും പ്രയാസങ്ങളും ഇറക്കി വെക്കാൻ അൻപുടയോനെ പാടി, രക്ഷേനൂര ചെയ്ത പാടി, യാചിക്കേണ്ടും പാടി. ഇത് ഞാൻ എല്ലാ വേദിയിലും അടുത്തിടയ്ക്ക് പല ക്ലാസ്സുകളും എടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ പള്ളികൾ വന്നാൽ തന്നെ അതിനൊരു വലിയ ഒരു എനർജി കിട്ടും. ഇവിടെ ഞാനും നീയും നമ്മളും ഒരുമിച്ച് ആരാധിക്കുന്ന, ഉപവസിക്കുന്ന ഒരു അനുഭവം. ഇവിടെ അതാണ് എസ്തേർ പറഞ്ഞത്, നിങ്ങൾ 3 ദിവസം ഉപവസിപ്പീൻ, ഞാനും ചെയ്യാം. അങ്ങനെ 3 ദിവസം ഉപവസിച്ചപ്പോഴാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ അസുര നിയമം. എന്താണ് അസുര നിയമം? നമ്മളെല്ലാം ഓർത്തിരിക്കണം. അതായത് പലർക്കും അറിയാം, രാജകൊട്ടാരത്തിൽ ആരും രാജാവിന്റെ അനുവാദമില്ലാതെ കയറി വരരുത്. ആ രാജകൊട്ടാരത്തിൽ കിങ്കരന്മാർ 2 സ്വർണ്ണ ചെങ്കോൽ കൊണ്ട് നീട്ടും. അത് നീട്ടുന്നില്ലെങ്കിൽ ഈ കയറി വന്നത് രാജ്ഞിയായാലും അവരെ കൊണ്ടുപോയി കൊന്നുകളയും. അങ്ങനെ ലോ ഓഫ് അസുര എസ്തേറിന്റെ പുസ്തകത്തിലുണ്ട്. നിങ്ങൾ ഇന്ന് പോയി ആ പുസ്തകം, ഇവിടെ ഇരിക്കുന്ന കൂടുതൽ പേർക്ക് ഇതെല്ലാം അറിയാം, എങ്കിലും ഞാൻ വിശ്വാസത്തിൽ പറയാൻ വേണ്ടിയാണ് ഈ നോമ്പിന്റെ സമയത്ത് പറഞ്ഞത്. രാജകൊട്ടാരത്തിൽ രാജാവിന്റെ അനുവാദം ഇല്ലാതെ ആരും, രാജ്ഞിയാണെങ്കിൽ പോലും അകത്ത് കയറി വരരുത്. അങ്ങനെ കയറി വന്നാൽ രാജാവിന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കൊണ്ടുപോയി ഉടനെ തന്നെ കൊന്നുകളയുമായിരുന്നു. അങ്ങനെ ഒരു നിയമമായിരുന്നു അസുര നിയമം. പക്ഷേ ഇത് അസുര നിയമം മാറിയത് ഈ ഉപവാസത്തിലും പ്രാർത്ഥനയില്ല. രാജ്ഞി പറഞ്ഞു, നിങ്ങൾ പോയി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിപ്പീൻ, ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇതാ രാജകൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്ന എസ്തേറിനെ രാജകിങ്കന്മാർ സ്വർണ്ണ ചെങ്കോൽ നീട്ടി ക്ഷണിച്ചു. രാജാവ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കടന്നു വന്നത്? നിനക്ക് രാജ്യത്തിന്റെ പകുതി വേണമെങ്കിൽ ഞാൻ തരാം. ഉടനെ രാജ്ഞി ആവശ്യപ്പെട്ടത്, എനിക്ക് രാജ്യത്തിന്റെ പകുതിയും വേണ്ട, വേറെ ഒരു സ്ഥാനമാനങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ യാതൊരു തെറ്റും ചെയ്യാത്ത എന്റെ വളർത്തപ്പനെ ഇതാ 50 മുഴം വരെയുള്ള കഴുമരത്തിൽ ഈ നിൽക്കുന്ന കൊട്ടാരത്തിലെ ഹാമാൻ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. ഡയറക്റ്റായി ഞാൻ പറയട്ടെ, ആ വിധി മാറ്റണം. സഹോദരങ്ങളെ ഓർക്കണം, ഇതാണ് ഉപവാസത്തിന്റെ പവർ. നമ്മൾ ചിന്തിക്കാത്ത ബന്ധനങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത കെട്ടുകൾ. മസ്മൂറയിൽ പറയുന്നുണ്ടല്ലോ, നിന്റെ ഒരു ഭാഗത്ത് 1000, നിന്റെ വലത്ത് ഭാഗത്ത് 10,000 വീഴും, എങ്കിലോ അവ നിങ്കിലേക്ക് അടുക്കുകയില്ല. 23-ാം സങ്കീർത്തനം. കൂരിരുൾ താഴ്വര എന്ന് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പറയുന്നത് മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ ഏതാ സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനത്തിൽ നേരിടുന്ന കോപങ്ങളെ, പാപങ്ങളെ, അനർത്ഥങ്ങളെ
നമ്മൾ ഒരുപാട് കരയേണ്ടത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, കഴിഞ്ഞ കാലങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്ക്. രണ്ട്, വീണ്ടും പാപത്തിൽ വീഴാതിരിക്കാൻ. ഈ രണ്ട് കാര്യത്തിലായിരിക്കണം നമ്മൾ കരയേണ്ടത്. അല്ലാതെ അത് തരണമേ ഇത് തരണമേ. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ അറിയില്ലേ? ഒരു പാട്ടില്ലേ, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നിനക്കൊരു നന്മയ്ക്കും കുറവ് വരത്തില്ല, നീ നേരെ അങ്ങ് നടന്നാൽ മാത്രം മതി. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടെല്ലാം ചോദിച്ചിട്ടാണോ ഈ ശൈശവ പ്രായത്തിൽ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും പാല് കൊടുക്കുന്നതും അതിനെ സ്കൂളിൽ കൊണ്ടുപോകണം? ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടാണോ? അങ്ങനെയാണെങ്കിൽ സത്യമായിട്ടും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു. പലരും നമ്മുടെ സഭ വിട്ടു പോകാനുള്ള മെയിൻ കാരണം എന്താ? അച്ഛ, ഇവിടെ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നില്ല, ഇവിടെ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നില്ല. ഇത് പല പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയാൽ അവിടെ നമ്മുടെ വിഷയങ്ങളെല്ലാം വെച്ച് പ്രാർത്ഥിക്കും. അത് ഏറ്റവും വലിയ വിഡ്ഢിത്തരമല്ലേ? സഭ നമുക്ക് തരുന്ന നമസ്കാരമാണ്. ദൈവത്തിന് അറിയാത്തത് എന്താ? നീ പറഞ്ഞിട്ട് വേണോ? അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കുകയും, നമ്മുടെ നട്ടല് നമുക്ക് നമ്മൾ വിഷയം വെച്ചിട്ടാണോ? കണ്ണിന്റെ കൃഷ്ണമണി, വായിൽ പല്ല്, ഹൃദയത്തിന്റെ സ്പന്ദനം, നമ്മുടെ ബ്രെയിൻ, ഇതെല്ലാം നമ്മൾ വിഷയം വെച്ചിട്ടാണോ ദൈവം തന്നത്? അങ്ങനെ അല്ലെങ്കിൽ തമ്പുരാൻ അറിയാം ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇനി വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന കുറെ മിടുക്കന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ കൊറോണ സമയത്ത് എവിടെ പോയി? ആരെയും കണ്ടില്ലല്ലോ. ഇവരെവിടെ പോയി? അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, അന്ത്യകാലത്ത് എന്റെ പേരെടുത്ത് അനേകർ വരും, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും, നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളണം. മനസ്സിലായില്ലേ? അന്ത്യകാലത്ത് എന്റെ പേരെടുത്ത് അനേകർ വരും, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും, നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളണം. ഇങ്ങനെയുള്ള ചാബല്യങ്ങൾ നമ്മൾ ചെന്ന് വീടരുത്. നമുക്കുള്ളത് നമസ്കാരമാണ്. പലരും പറയാറുണ്ട് ഇവിടെ സ്തുതിയും സ്തോത്രവുമില്ല. ആര് പറഞ്ഞു? നിങ്ങളൊന്ന് കൗമ ചൊല്ലി നോക്കി. കൗമയിൽ തന്നെ 19 സ്തുതിയുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ദൈവമേ നീ പരിശുദ്ധൻ. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കൗമ നമസ്കരിച്ചാൽ മാത്രം മതി, അതിനകത്ത് എല്ലാ വിഷയങ്ങളുമുണ്ട്. പക്ഷെ നമുക്കറിയില്ല, നമ്മളെ സംബന്ധിച്ച് ഈ പൊട്ട പ്രാർത്ഥനാ നമ്പറുകൾ പറയുന്നതാ. കാൽമുട്ട്, കൈമുട്ട്, കുഞ്ഞുങ്ങളുടെ വേദന, പരീക്ഷയുടെ കാര്യങ്ങൾ, ഇതൊന്നും പറയണ്ടെന്നല്ല, അതൊക്കെ പറഞ്ഞു. അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ദൈവസന്നിധിയിൽ ഓരോ യാമങ്ങളിലും സങ്കീർത്തനം 55-ന്റെ 16-ഉം 17-ഉം, എന്റെ യഹോവേ നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ യഹോവ കേൾക്കും, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. അവിടെ എന്നാ വിഷയം എന്ന് പറയുന്നില്ല. നിങ്ങൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്ത്, നമ്മുടെ ഒന്നുകൂടെ ഞാൻ പറയാം, പൂർവികരായ മാതാപിതാക്കളെ നോക്കി. ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയുന്ന കാര്യമാണ്, കേൾക്കാതിരിക്കുന്നവർ കേട്ടവർ റിപ്പീറ്റായി തോന്നരുത്. പണ്ട് കുടുംബ സാഹചര്യം നോക്കി, 10ഉം 12ഉം 14 മക്കൾ, അതിൽ 10ഉം പെമ്മക്കളായിരിക്കും. 2 മുറി, താക്കോല് കാണില്ല, മതിലില്ല, ഗേറ്റില്ല. പക്ഷെ എത്ര സന്തോഷത്തിൽ കഴിഞ്ഞെന്ന് മാത്രമല്ല, 20 മക്കളെ ആതാത് മാസം 13-ാം തീയതി ആ കഴുമരത്തിൽ തന്നെ തൂക്കി. ഇതാണ് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും തക്കതായ ഫലം കിട്ടും. പലരും പറയും, അച്ഛാ എനിക്കെൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വോയിസ് ഇല്ല, എനിക്കെൻ്റെ പള്ളിയിൽ വോയിസ് ഇല്ല, എനിക്കെൻ്റെ പരിസരത്ത് വോയിസ് ഇല്ല. ഞാൻ ചോദിക്കും, എന്തിനാ ഈ പ്രൊജക്ഷനൊക്കെ? നമ്മളെ ഉയർത്തേണ്ട സമയത്ത് നമ്മളെ ഉയർത്തിക്കോളും. പ്രഭാഷകൻ പറയുന്നുണ്ട്, തള്ളിക്കയറരുത് പിന്തള്ളപ്പെടും, അകന്നു നിൽക്കരുത് വിസ്മരിക്കപ്പെടും. തള്ളിക്കയറരുത് പിന്തള്ളപ്പെടും, അകന്നു നിൽക്കരുത് വിസ്മരിക്കപ്പെടും. ഒരു പള്ളിയിലെ ഏറ്റവും നല്ലൊരു ഉദ്യോഗസ്ഥനെ എനിക്കറിയാം. അദ്ദേഹം ആ പള്ളിയിലും ദേശത്തും ഏറ്റവും സമ്മതനാണ്. ആ ദേവാലയത്തിൽ അദ്ദേഹം എന്നോട് പറയാച്ച 12 വർഷം ട്രസ്റ്റി, 13 വർഷം സെക്രട്ടറി, 22 വർഷം കമ്മിറ്റി മെമ്പർ. പക്ഷെ ഇന്ന് വരെ ഞാനൊരു ഇലക്ഷൻ എൻ്റെ പള്ളിയിൽ നിൽക്കാറില്ല. ആരുമില്ലയോ? അത് എനിക്കൊരു തീരുമാനമുണ്ട്, 2 വർഷം സ്ഥിരം ഇരുന്ന പിന്നെ 2 വർഷം ഞാൻ മാറും. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര്, അച്ഛൻ ഉൾപ്പെടെ എന്നോട് പറഞ്ഞു, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരാ പറയുന്നത് പള്ളിയിൽ. അത്ര ഇഷ്ടമാണ് അദ്ദേഹത്തെ. പക്ഷേ പറയാ, എൻ്റെ നാവ് കൊണ്ടും എൻ്റെ പ്രവർത്തനം കൊണ്ടും എൻ്റെ പള്ളിക്കൊരു ദോഷം വരരുത്. എനിക്കിത് കണ്ണുനീർ പൊഴിക്കാനുള്ള സ്ഥലമാണ്, എൻ്റെ കയ്യൂക്ക് കാണിക്കാനുള്ള സ്ഥലമല്ല, എൻ്റെ ആർഭാടം കാണിക്കാനുള്ള സ്ഥലമല്ല, ഞാൻ ആരാണെന്ന് കാണിക്കാനുള്ള സ്ഥലമല്ല. ഔഗൻ ബാവ തിരുമേനി പറയാറില്ലേ, മക്കളെ പള്ളി വരുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. മനസ്സിലായില്ലേ? എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. എന്താ ഇവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ സംസാരം ദൈവത്തോട് മാത്രം,
പള്ളിക്കകത്തോട് വരും നമ്മുടെ മുഖം കണ്ടും നമ്മുടെ സംസാരം കണ്ടും ആരും പള്ളിയിൽ വരരുത്. കാരണം ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണണം. ഇവിടെ വന്നിരുന്ന് നോക്കി, ഓർത്തഡോക്സ് സഭയുടെ ആരാധന നോക്കി, ഒരാൾക്കൊരാളുടെ മുഖം കാണാൻ പറ്റില്ല. നോക്കി, ഇവിടെ ഇരിക്കുന്ന ആരുടെ മുഖം കാണാൻ പറ്റില്ല. പുരോഹിതന്മാർ പോലും നമ്മുടെ നേർക്ക് തിരിയുമ്പോൾ ഏവൻഗേലിയോൻ വായിക്കാൻ വരും, മുഖം മറയ്ക്കും. കാസായും ബിലാസായും മുഖം മറച്ചുകൊണ്ടാണ് വരുന്നത്. കാരണം ഇവിടെ നമ്മുടെ പ്രൊജക്ഷൻ, പെർഫോമൻസിനുള്ള വേദിയല്ല പള്ളി. ഞാൻ പറഞ്ഞ വരി മറക്കരുത്, പെർഫോമൻസിനുള്ള വേദിയല്ല പള്ളി. മാലാഹമാർ കയറുവാൻ ഭയപ്പെടുന്നിടത്ത് പിശാചുകൾ ചാടി കയറുവന്ന്. അപ്പൊ ചിലരൊക്കെ നോക്കുമ്പോൾ കാണാം, ചിലരൊക്കെ പെട്ടെന്ന് കയറി പള്ളിയിൽ ആളാവാൻ നോക്കും. അതൊക്കെ നാളെ തിരിച്ചടി വരും. നമ്മൾ ഓർക്കുക, ആരും ഒന്നും അറിയപ്പെട്ടില്ലേലും അറിയപ്പെടാതെ ജീവിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം കറണ്ടിന് ശബ്ദമുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ഏറ്റവും പവർ അതിനല്ലേ. കറണ്ട് കൊണ്ട് ഓടുന്ന ഫാനും ടിവിക്കും മൈക്കിനും എല്ലാം സൗണ്ടാ. പക്ഷെ ഇതിന്റെ എല്ലാം ഹെഡ് എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റിയാ, അതിന് സൗണ്ടൊന്നുമില്ല. ഇപ്പം നല്ല മരുന്നിനും നല്ല അറിവുള്ളവരും വലിയ ബഹളത്തിനൊന്നും പോകത്തില്ല. ഇപ്പം പലരും, മറ്റു ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ആരാധനയ്ക്ക് ഒരു ഉന്മേഷമില്ല, നമ്മുടെ ആരാധനയ്ക്ക് ഒരു ഉണർവില്ല, ഒരു കിലുക്കും കൊട്ടുമൊന്നും ഉണ്ടാകുന്ന കുറച്ചുകൂടെ നല്ലതാ. ഞാൻ ചോദിക്കുന്നത്, ആർക്കാ കിലുക്കും കൊട്ടും വേണ്ടിയത്? ഇംഗ്ലീഷ് മീഡിയത്തിൽ LKG UKG പഠിക്കുന്ന കുട്ടികൾക്കാണ് കിലുക്കും കൊട്ടും വേണ്ടിയത്. അറിവ് കൂടുന്തോറും ശബ്ദം കുറയും. ഓർത്തഡോക്സിയുടെ പവർ അതാണ്. വെറുതെ ബഹളം വെച്ച് നിരങ്ങുന്നതല്ല പ്രാർത്ഥന. ഞാൻ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുള്ളൂ. ഇവിടെ തന്നെ എനിക്ക് എത്രയോ പേരെ അറിയാം. ഏത് സമയത്ത് വന്നാലും ശാന്തമായി കബറിങ്കിലും പള്ളിയിലും ഇരുന്ന് ശാന്തമായിരിക്കും. അതൊന്നും ദൈവത്തോട് പറയല്ല, ദൈവമായിട്ട് നമ്മുടെ ഹൃദയത്തെ പകരുകയാണ്. അങ്ങനെ പകരുമ്പോൾ കിട്ടുന്ന വെളിച്ചം വളരെ വലുത്. ആ ഒരു വെളിച്ചം ഉപവാസത്തിലൂടെ ഇനിയുള്ള ദിനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അസുര നിയമം മാറും. അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടൽ കാണുന്നത്. ഇവിടെ മൊർദെഖായി ആ കഴുമരത്തിൽ നിന്ന് അവനും അവന്റെ കുടുംബവും രക്ഷപ്പെട്ടിട്ട് ഇതാ ഹാമാനും അവന്റെ 20 മക്കളും ആ തൂക്കുമരത്തിൽ ആദാദ് മാസം 13-ാം തീയതി കൊല്ലപ്പെട്ടു. നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം. ചിലർ പറയും, ചിലരോടൊക്കെ എനിക്ക് മറുപടി പറയാൻ വയ്യാന്ന്, ചിലരോടൊക്കെ എനിക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ട. എന്തിനാ പറയുന്നത്? റിപ്ലൈ പറയാത്തതാ റിപ്ലൈ, ഈ മറുപടി പറയാത്തതാ മറുപടി. അതുകൊണ്ടല്ലേ പറയുന്നത് സൈലൻസ് ഈസ് ഗോൾഡൻ. നമ്മൾ പലയിടത്തും മിണ്ടാതിരുന്നാൽ അവിടെ തന്നെ പ്രതികാരം യഹോവയ്ക്കുള്ളത്. അതൊക്കെ ദൈവം ചോദിച്ചുകൊള്ളും. ഈ നോമ്പിലൊക്കെ വളരെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ കർത്താവ്, എനിക്ക് പലയിടവും എൻ്റെ നാവ് നിശബ്ദമാണെങ്കിലും എനിക്ക് വേണ്ടി, എൻ്റെ നാവിൽ എനിക്ക് വേണ്ടി വാദിക്കുന്ന ഉടയതമ്പുരാൻ സ്വർഗത്തിലുണ്ടെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഇവിടെ കണ്ടുവരുന്നത് ഈ കഴുമരം ഹാമാൻ ഒരുക്കിയെങ്കിൽ അവനും അവൻ്റെ മക്കളും ആ കഴുമരത്തിൽ കൊല്ലപ്പെട്ടെങ്കിൽ, വലിയൊരു തമിഴ് ശാസ്ത്രത്തിൽ ഒരു ചൊല്ലുണ്ട്, കടുത്ത നട അടുത്ത ജതി പെരുത്ത പൂജി മടത്തമാന പ്രവൃത്തികൾക്കൊന്നും കടവുൾ പഴിയല്ലേ. അതിന്റെ അർത്ഥം, കടുത്ത നട, നിനക്ക് നടക്കാവുന്നൊരു ദൂരമുണ്ട്, അതിനപ്പുറം നടക്കരുത്. അടുത്ത ചതി, കൂടിയിരിക്കുന്നവനെ നീ ചതിക്കരുത്. പെരുത്ത ഭുജി, നിനന്റെ വയറ്റിൽ കൊള്ളാവുന്ന ആഹാരമുണ്ട്, അതിനപ്പുറം കഴിക്കരുത്. ഇതിനൊന്നും ഉടയതമ്പുരാൻ ഉത്തരവാദിയായിരിക്കില്ല. യെശയ്യാവ് 1:15 പറയുന്നുണ്ട്, നീ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണിനെ അടച്ചു കളയും. ഇന്ന് നമ്മൾ ഓരോരുത്തരും സന്ധ്യാനമസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പിട്ട് സൂത്താറ ചൊല്ലാതെ ആരും കിടന്ന് ഉറങ്ങരുത്. പ്രത്യേകിച്ചും നമ്മുടെ നോമ്പിന്റെ സൂത്താറൊക്കെ എന്നാ രസമുള്ള വരികളാണ്. സൂത്താറ ചൊല്ലി 4-ാം സങ്കീർത്തനവും ശുദ്ധമുള്ള പിതാവെ ചൊല്ലി കിടന്ന് ഉറങ്ങാവും. ആ സമയത്ത് ഒരു 3 മിനിറ്റ് കൂടി നിങ്ങൾ ആരും കാണണ്ട, ഭർത്താവോ ഭാര്യയോ ലൈറ്റ് പോലും ഇടണ്ട, ശാന്തമായി ബെഡിലിരുന്നുകൊണ്ട്, എൻ്റെ യേശുവേ, എൻ്റെ ആയുസ്സിൽ ഞാൻ ഓരോ ബർത്ത്ഡേക്കും കേക്ക് മുറിക്കുമ്പോൾ ഓർക്കണം, എൻ്റെ ഡെത്ത് ഡേ ആണ് അടുത്ത് വരുന്നത്. എൻ്റെ ബർത്ത്ഡേ കൂടുന്തോറും എൻ്റെ ഡെത്ത് ഡേ അടുത്ത് വരിക. ഞാൻ എൻ്റെ ദൈവത്തോട് അടുക്കുകയാണോ അകലുകയാണോ? ഞാൻ ദൈവവചനവുമായി അടുക്കുന്നുണ്ടോ അകലുന്നുണ്ടോ? ഞാൻ അനേകർക്ക് എന്തെല്ലാം ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തിരുത്തിയില്ലെങ്കിൽ ഈ വലിയ നോയമ്പിന്റെ ഓരോ ഞായറാഴ്ചയിലെയും വേദഭാഗം നോക്കി, അനേക രോഗികളോട് നിന്റെ രോഗം മാറട്ടെ എന്നല്ല പറഞ്ഞത്, അനേക രോഗികളോട് നിന്റെ പാപം മാറട്ടെ നാം. ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, പരിമല കബറിങ്കൽ വന്നിരുന്ന് ഈ നോമ്പും ഉപവാസവും മധ്യസ്ഥ അർത്ഥിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ കുറവുകൾ എന്താണെന്ന് കറക്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് കുമ്പസാരിച്ച് കുർബാന കൊണ്ടിട്ട് മാത്രമേ ഈ മധ്യസ്ഥ ഈ പരിശുദ്ധന്റെ കബറിങ്കൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കാവൂ. ഇത് പലപ്പോഴും നമ്മുടെ കുറവുകളെ മുഴുവൻ അങ്ങ് മൂടി വെച്ചിട്ട്
നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറെ വാക്യങ്ങൾ എടുക്കും. നിന്നെ ദൈവം അനുഗ്രഹിക്കും, ദൈവം നിന്നെ ശക്തീകരിക്കും. പക്ഷെ നമ്മുടെ കുറവുകളൊന്നും നമുക്ക് തിരിച്ചറിയേണ്ട കാര്യമില്ല. അങ്ങനെ വന്നൊരു അപ്പന് വെള്ളം കൊടുക്കാതെ, അമ്മയെ നോക്കാതെ, സഹോദരങ്ങളെ സ്നേഹിക്കാതെ വാഴപ്പിണ്ടി പോലെ ഒരു മെഴുകുതിരി കൊണ്ട് ഇവിടെ കത്തിച്ചിട്ട് പ്രയോജനമുണ്ടോ? മെഴുകുതിരി ചെറുതായാലും വലുതായാലും ഓർക്കണം, ഇതുപോലെ നിന്റെ ഹൃദയം ദൈവത്തിനായി ഉരുകുന്നുണ്ടെങ്കിൽ, യാഗമായി മാറുന്നെങ്കിൽ, ഉപവാസത്തിൽ നീ കണ്ണുനീരൊടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിലെ അസുര നിയമം മാറും. അത് നമ്മൾ തിരിച്ചറിയണം. അല്പകാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു വന്നത് അസുര നിയമം മാറിയ സാഹചര്യമാണ്. അസുര നിയമം മാറിയെങ്കിൽ രണ്ടാമതൊരു ഘട്ടം, അവിടെ ഒരു പുരിയും പെരുന്നാൾ വരുന്നുണ്ട്. ആ പുരിയും പെരുന്നാൾ നമ്മുടെ സഭ അനുഷ്ഠിക്കുന്ന 15 നോയമ്പിന് തുല്യമാണ്. ഇവിടെ മൊർദോക്കായി അവന്റെ സമൂഹവും രക്ഷപ്പെട്ടതിന്റെ സന്തോഷ സൂചകമായിട്ടാണ് ഇവർ അതാത് മാസം 13-ാം തീയതി പുരിയും പെരുന്നാൾ അങ്ങനെ 15 ദിവസം ആഘോഷമായി മാറ്റും. അതിന് മൊർദോക്കായ്ക്ക് പ്രധാനപ്പെട്ട 2 ക്വാളിറ്റി ഉണ്ട്. അതിൽ ആദ്യത്തെ ക്വാളിറ്റിയാണ് ദ മാൻ ഓഫ് സൈലൻസ്, ദ മാൻ ഓഫ് ജസ്റ്റിസ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, സ്വന്തം വളർത്തുമകൾ രാജകൊട്ടാരത്തിൽ രാജ്ഞിയാണ്. പക്ഷേ രാജാവിനെ രക്ഷപ്പെടുത്തിയ അവിടെ വളർത്തപ്പൻ രാജകൊട്ടാരത്തിൽ കാവൽക്കാരനാണ്. അപ്പം നമ്മുടെ ബന്ധത്തിൽ ആർക്കെങ്കിലും നല്ലൊരു സ്ഥാനമോ ജോലിയോ ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും അവരുടെ കാല് പിടിച്ചിട്ട് നമ്മളൊരു ഏതെങ്കിലും തരത്തിലൊരു ജോലി സമ്പാദിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യമാണ്. പക്ഷെ ഇവിടെയാണ് ഈ മൊർദോക്കായുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ദ മാൻ ഓഫ് ജസ്റ്റിസ്, ദ മാൻ ഓഫ് സൈലൻസ്. സ്വന്തം വളർത്തുമകൾ രാജകൊട്ടാരത്തിൽ രാജ്ഞിയായിട്ട് പോലും ഒരു ഉന്നതമായ സ്ഥാനം ഈ മൊർദോക്കായി ആഗ്രഹിച്ചില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അറിയാം എത്രമാത്രം കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ടെന്നറിയാമോ? അവർക്ക് ഈ പണത്തോടോ, അവർക്ക് ഈ വസ്തുവിനോടോ, അവർക്ക് ആഡംബരത്തോടോ ഒന്നും വലിയ, കാരണം അവർക്ക് ഒരുപാട് ഗുണപാഠം ദൈവം ഹൃദയത്തിൽ കൊടുത്തവരാ. ഇപ്പം നമ്മുടെ ധാരാളം പേരെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് ദൈവികതയോടുകൂടി ശാന്തമായി ജീവിക്കുന്നവരുണ്ട്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് മൊർദോക്കായി തൻ്റെ ജോലിയിൽ ഏറ്റവും തൃപ്തനായി മാറി. എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജോലി ഏതാണെങ്കിലും, അത് തൂപ്പി ജോലിയാണെങ്കിലും, കശുവണ്ടി ഫാക്ടറിയിലാണെങ്കിലും, അധ്യാപകനാണെങ്കിലും, പോലീസാണെങ്കിലും, കളക്ടറാണെങ്കിലും, എനിക്ക് ദൈവം തന്ന ജോലിയിൽ ഭാര്യയും ഭർത്താവും മക്കളുമായി സമാധാനത്തിൽ കഴിയുന്നെങ്കിൽ അതുപോലെ വലിയൊരു സന്തോഷമുണ്ടോ? പക്ഷെ ധാരാളം പേർക്ക് ഒരു ക്യാൻസർ പോലെ മാറിയിരിക്കുന്ന അവർക്കൊന്നിലും തൃപ്തരല്ല. ഇന്നും നമ്മൾ അറിയണം, ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കാത്ത ധാരാളം പേരുണ്ട്. ധാരാളം പേർ ഇന്നും പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട്. ധാരാളം പേർ റോഡിലൂടെ പോകുന്ന ഒഴുക്ക് ചാലിൽ നിന്ന് വീഴുന്ന വെള്ളം 12 പ്രാവശ്യം തുണി കൊണ്ട് അരിച്ചവർ പാചകം ചെയ്ത് കഴിയുന്നുണ്ട്. പക്ഷെ എന്തെല്ലാം തന്നിട്ട് മലയാളികളെ, നമ്മളിൽ 90% പേർക്കും പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്നിട്ടും എന്താ നമ്മുടെ ആർത്തി മാറാത്തത്? നമ്മളൊന്നിലും തൃപ്തരല്ല. ഈ സമ്പത്തെന്ന് പറയുന്നത് അത് സംതൃപ്തിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 4 ചൊല്ലുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലേ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാകുന്നു. ദൈവമക്കളെ, കുർബാനയ്ക്കും ആരാധനയ്ക്കും തിരുവചന ശുശ്രൂഷയ്ക്കും നോമ്പിലും ഈ സഭയിലൊക്കെ നിൽക്കുന്നവർ ഓർക്കണം, നമ്മുടെ യുവാന്യൂസിന്റെ ക്രമത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ, നിന്നുള്ള ഭക്തി ഞങ്ങൾ നിറയ്ക്കണമേ, നിന്നുള്ള വിശ്വാസം ഞങ്ങൾ സ്ഥാപിക്കണമേ, സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ആരാധനയ്ക്കും പള്ളിയിലൊക്കെ വന്നിട്ട് നമ്മുടെ ഫേസ് നോക്കിയാൽ നമ്മളോട് സംസാരിക്കുന്നവർക്ക് യേശുവിനെ കാണാൻ സാധിക്കണം. നമ്മുടെ മുഖത്ത് എത്ര പണമുണ്ടെങ്കിലും, പട്ടിണിയാണെങ്കിലും, ചെറിയ വീടാണെങ്കിലും, വലിയ വീടാണെങ്കിലും, ചിലരെ കണ്ടാൽ എന്നാ ദൈവിക സൗന്ദര്യമാണെന്നറിയാമോ? ഇത് കണ്ടുവേണം നമ്മുടെ മക്കൾ വളരാൻ, ഇത് കണ്ടുവേണം നമ്മുടെ പള്ളിയിലുള്ളവർ വളരാൻ. അനേക ദേവാലയങ്ങൾ നോക്കിയാൽ അറിയാം, ചിലരൊക്കെ പൊതുയോഗത്തിൽ എഴുന്നേറ്റ് ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ നിശബ്ദമാവും. കാരണം ആ വ്യക്തിത്വത്തിൻ്റെ ക്വാളിറ്റി അതാ. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഭവനങ്ങൾ പോയി ഞാൻ ഈ പറഞ്ഞ നോമ്പിൻ്റെ നമസ്കാരങ്ങളുടെ വരികളൊക്കെ ഒന്ന് പാടി നോക്കണം. പാടിയും വായിച്ചു നോക്കിയിട്ട് ബൈബിൾ ഞാൻ അടിവരയിട്ട് നിങ്ങളുടെ ഡയറിയിലോ നിങ്ങളുടെ ബൈബിളിലോ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഒരു ദിവസം 20 മിനിറ്റ് ബൈബിൾ വായിക്കുന്നവരുടെ ഹൃദയത്തിൽ വരുന്ന സന്തോഷം ലോകത്ത് വേറെ ആർക്കും കിട്ടില്ല. നിങ്ങളുടെ സ്വന്തം ബൈബിൾ വേറെ ആർക്കും കൊടുക്കരുത്. കുടുംബത്തിലെ ബൈബിൾ ഇരുന്നോട്ട്, പക്ഷെ സ്വന്തം ബൈബിൾ അത് മരണം വരെയും നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി ഹൃദയത്തിൽ സായുജ്യമടയുന്നതായിരിക്കണം.
അത് സദൃശ്യവാക്യം 22-ന്റെ 6-ന്റെ 22, 23 വാക്യങ്ങൾ പറയുന്നുണ്ട്. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാണ്. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ നിന്നോട് സംസാരിക്കും. ഇതെല്ലാം ഞാൻ പറയുമ്പോഴും കുറെ പേരെ എനിക്കറിയാം ബൈബിള് തുറന്നു നോക്കത്തില്ല. 24 മണിക്കൂറും ഫോണിനെ ഞാൻ കുറ്റം പറയില്ല. ദൈവം തന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ഫോൺ, യാതൊരു ഡൗട്ടുമില്ല. പക്ഷെ വൈകിട്ട് പ്രാർത്ഥിക്കേണ്ടപ്പോഴും പള്ളിക്കകത്ത് വരുമ്പോഴും 24 മണിക്കൂർ ഇത് തോണ്ടിയിരുന്നാൽ നാളെ നിന്റെ കണ്ണിന്റെ കാഴ്ച കുറയും, നിന്റെ ചെവിയുടെ കേൾവി കുറയും. അന്ന് ബെറിയോന ശീമോനോട് യേശു പറഞ്ഞ ഒരു വരിയുണ്ട്, ബെറിയോന ശീമോനെ, നീ യുവാവായിരുന്നപ്പോൾ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു, നീ വയസ്സനായ ശേഷം നീ കൈനീട്ടുകയും നിന്റെ അര മറ്റുള്ള ഒരാൾ കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് പോകേണ്ടി വരും. നാളെ നിനക്ക് പള്ളി പോകേണ്ടി വന്നാൽ നിന്റെ കാലനങ്ങില്ല, നിന്റെ കണ്ണ് കാണില്ല. നിനക്ക് ബൈബിൾ വായിക്കേണ്ടി വന്നാൽ നിന്റെ കണ്ണിന്റെ കാഴ്ച കാണില്ല. അന്ന് മറ്റുള്ളവർ നിന്റെ കരം പിടിക്കുന്ന, നിനക്ക് വായിച്ചു തരുന്ന സമയം വരും. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് ഒരുപാട് ഭക്തരാവാൻ പറ്റിയില്ലെങ്കിലും സഹോദരങ്ങളെ, സഭയുടെ നോമ്പുകൾ നോക്കി ആരാധനയിൽ പങ്കെടുത്ത് ബൈബിൾ നന്നായി വായിച്ച് അനേകർക്ക് ദൈവിക മാർഗത്തിലൂടെ പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരങ്ങളും സൗഭാഗ്യ നക്ഷത്രമായി മാറും. അതുപോലെ തന്നെ ഓരോ സ്ത്രീകളും കുടുംബത്തിന്റെ ഭാഗ്യ നക്ഷത്രമായി മാറണം. നമ്മൾ മുഖേന ഒരു കുടുംബത്തെ തകർത്ത് കളയരുത്. കഴിഞ്ഞ ആഴ്ച ഏവൻഗേലിയോനിൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു വരിയുണ്ടല്ലോ, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത്. പുരുഷന്മാരും കുഞ്ഞുങ്ങളും ഒരു കുടുംബത്തിലുണ്ടെങ്കിലും ഒരു കുടുംബത്തിന്റെ വിളക്ക് കത്തിക്കാനും ഒരു കുടുംബത്തിന്റെ വിളക്ക് പ്രകാശിപ്പിക്കാനും അത് കെടുത്താനും ഒരു സ്ത്രീ വിചാരിച്ചാൽ മതി, യാതൊരു ഡൗട്ടുമില്ല. എപ്പോഴും ഓർക്കണം, കുടുംബത്തിൽ ദൈവം എനിക്ക് തന്ന ഭർത്താവാണ്, ദൈവം എനിക്ക് തന്ന ഭാര്യയാണ്. മരണം വരെയും പൊന്നുപോലെ നോക്കണം. കുത്തുവാക്കുകളും നിരാശയുടെ പദങ്ങളും പറഞ്ഞ് വീണ് കഴിഞ്ഞാൽ നാളെ ഇതിന് ഈക്വലായി പലരും കാണില്ല. ഇപ്പം നമുക്കൊക്കെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്, അത് നല്ല കാര്യം തന്നെ. പക്ഷെ ദൈവം പള്ളിയിൽ വെച്ച് യോജിപ്പിച്ച് തന്ന ഭർത്താവ്, അവനെ വിളിക്കുന്നത് വരെ പൊന്നുപോലെ നോക്കണം, അവളെ വിളിക്കുന്നത് വരെ സ്നേഹത്തോടെ പരിചരിക്കണം. അവിടെയാണ് ദൈവിക സൗഭാഗ്യ നക്ഷത്രത്തിന്റെ അനുഭവ സാക്ഷ്യമായി തീരുന്നത്. അതുകൊണ്ട് ഇന്നും നാളെയുമായിട്ട് നിങ്ങളുടെ ഭവനങ്ങൾ പോയിരുന്ന് ഈ എസ്തേറിന്റെ പുസ്തകം ഈ നൊയമ്പിന്റെ കാലഘട്ടത്തിൽ നന്നായിട്ടൊന്ന് വായിക്കണം. വായിച്ചിട്ട് ഇതും നമ്മുടെ നോമ്പിന്റെ നമസ്കാരം കൂടെ അതിന്റെ പ്രോസോ ഗദ്യമോ ഒന്ന് വായിച്ച്, എൻ്റെ ദൈവമേ, ദൈവം ആരാണ്, എൻ്റെ ജീവിതത്തിൽ ഈ സഭയുടെ നോയമ്പിലൂടെ എനിക്ക് എന്ത് ഗുണപാഠമാണ് തരുന്നത്. അവിടെ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:12 സദൃശ്യവാക്യം 30:4 കൂടെ ഒന്ന് ചേർത്ത് പഠിക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവം എന്ന പദമില്ല, പക്ഷെ ദൈവത്തിന്റെ ഇൻഡയറക്റ്റ് ആയ ഇടപെടിയിലാണ് എസ്തേറിൽ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. യെശയ്യാവ് 40:12 പറയുന്നുണ്ട്, തന്റെ ഉള്ളം കൈയിൽ വെള്ളമെടുക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം അളക്കുകയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ വെള്ളിത്തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ. വീണ്ടും സദൃശ്യവാക്യം 30:4 സ്വർഗത്തിലും ഭൂമിയിലും കയറിയിറങ്ങുന്നവനാർ, ആഴിയെ തന്റെ പൂഴി കൊണ്ട് വേർതിരിച്ചവനാർ, വെള്ളത്തെ തന്റെ വസ്ത്രത്താൽ പിടിച്ചു കെട്ടിയവനാർ, ഭൂമിയുടെ അറുതികളെയൊക്കെയും പിടിച്ചടക്കിയവനാർ. അവന്റെ പേരെന്ത്, അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ? സഹോദരങ്ങളെ, ദിവസങ്ങളിൽ പലരും പറയാറുണ്ട്, അച്ഛാ ജീവിതം ബോറടിച്ചെന്ന്. ദൈവഭക്തി ഉള്ളവന്റെ ജീവിതത്തിൽ ഒരിക്കലും ബോറടിക്കത്തില്ല. നിങ്ങൾ ഈ ബോറടിക്കുമ്പം പിതാക്കന്മാരൊക്കെ പറയുമല്ലോ, ജീസസ് പ്രയർ ചൊല്ലണം, യേശുവേ, ഇല്ലെങ്കിൽ യേശുവേ എന്ന് വിളിച്ചാലും മതി, ബഹളമൊന്നും വേണ്ട. നിങ്ങളെപ്പം ബോറടിച്ചാലും ശാന്തമായി യേശുവേ എന്ന് വിളിക്കുക. അവങ്കിലേക്ക് നോക്കിയവർ ഒരുമിച്ച് പറഞ്ഞേ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, ടേൺഡ് ഗോഡ് ആൻഡ് റിജോയ്സ് ഇൻ ഹോപ്പ്. ഒരിക്കലും നമ്മുടെ മനസ്സ് പതറില്ല. അതുപോലെ ബോറടിക്കുമ്പോൾ, സ്വപ്നം കാണുമ്പോൾ എഴുന്നേറ്റ് ബൈബിള് വായിക്കുക. സഭയുടെ നോമ്പിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുക. കാരണം ഇത് രക്തം കൊണ്ട് വാങ്ങിയ ഒരു സഭയാണ്. വിവാഹ കുദാശയെ പറയുന്നുണ്ട്, ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വങ്ങൾ ആരാധിക്കാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവൻ. ദൈവം തന്ന ആയുസിൽ ദൈവികമായ അനുഭവ സാക്ഷ്യത്തിലൂടെ എസ്തേറിനെ പോലെ സൗഭാഗ്യ നക്ഷത്രമായി മാറുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, സാമൂഹ്യ പ്രതിബദ്ധതയിൽ ദൈവിക വെളിച്ചമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവസാനമായി ഒരു വാക്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അത് നിങ്ങളെല്ലാം വീട്ടിൽ പോയി നിങ്ങളുടെ ബൈബിളിൽ അണ്ടർലൈൻ ചെയ്ത് കാണാതെ പഠിക്കണം. ഇതാണ് ലാസ്റ്റിൽ ഞാൻ പറയുന്ന വാക്യം.
ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന എസ്തേറിന്റെ പുസ്തകത്തിലെ കീ വേർഡായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പം നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പോൾ നിന്റെ അടുക്കിലേക്ക് ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലം യഥാസ്ഥാനത്താവും. നിന്റെ പൂർവ്വസ്ഥിതി ലഘുവായിരിക്കും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എസ്തേറിനെയും മൊർദോക്കായെയും കോൺക്രീറ്റായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന ഒരു വേദവാക്യമാണ്. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും, അത് അടിപതറിപ്പോകരുത്. ഓരോ പ്രായത്തിൽ അറിഞ്ഞുമറിയാതെയും ചില ഭാരവും പ്രയാസവും അപകടവും മരണവും എല്ലാം കടന്നു വരുമ്പോഴും ഇവിടെ പറയാം, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പം പിന്നെ പറയുന്നുണ്ട്, നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പോൾ നിന്റെ അടുക്കലേക്ക് ഉണർന്നു വരും. നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പോൾ നിന്റെ അടുക്കലേക്ക് ഉണർന്നു വരും. പിന്നെ പറയാം, നിന്റെ നീതിയുള്ള വാസസ്ഥലം യഥാസ്ഥാനമാക്കും. നിന്റെ പൂർവ്വസ്ഥിതി ലഘുവായിരിക്കും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. നോക്കി ആ വാക്യം ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിൽ മന്ത്രമായി പതിയട്ടെ. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പം നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പോൾ നിന്റെ അടുക്കലേക്ക് ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലം യഥാസ്ഥാനമായിരിക്കും, നിന്റെ പൂർവ്വസ്ഥിതി ലഘുവായിരിക്കും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. പരിശുദ്ധ ദേവാലയത്തിൽ ഈ പരിശുദ്ധ നൊയമ്പിൽ ഇത്രയും ശാന്തമായി ആൾക്കാർ വന്നിരുന്ന് ഈ ദൈവവചനം കേട്ടു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിഞ്ഞ് നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ ഇടവക ശുശ്രൂഷയിലും നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയിലും ദൈവിക സ്പർശനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ അതിനായി നമ്മളെ സഹായിക്കും.